പത്തനംതിട്ട ജില്ലയിൽ CPIM-ന്റെ അഗ്രഗണ്യനായ ഒരു നേതാവ് തന്നെയായിരുന്നു രാജു എബ്രഹാം. അദ്ദേഹം തുടർച്ചയായി 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലാണ് വിജയിച്ചത്. 1996 മുതൽ 2016 വരെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഓരോന്നിലും വിജയിച്ചു കയറിയ രാജു എബ്രഹാമിനെ CPIM തഴഞ്ഞത് അദ്ദേഹത്തിന് പാർട്ടി സീറ്റ് നിഷേധിച്ചത് മാത്രമല്ല, CPIM-ന്റെ സിറ്റിംഗ് സീറ്റ് കേരള കോൺഗ്രസ് എമ്മിലെ പ്രമോദ് നാരായണന് കൊടുത്തതിൽ CPIM-ൽ പൊട്ടിത്തെറി അതിരൂക്ഷമായിരുന്നു. നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ ഇതുപോലെ കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് കൊടുത്തത് CPIM-ൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ കാരണമാകുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ഒടുവിൽ CPIM തന്നെ ആ സീറ്റ് നിലനിർത്താൻ വേണ്ടി സ്ഥാനാർത്ഥി ഇറക്കുകയും ഒടുവിൽ 300ഓളം വോട്ടുകൾക്ക് ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും വിജയിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് രാജു എബ്രഹാം കൃത്യമായ നിർദ്ദേശം CPIM-ന്റെ ജില്ലാ കമ്മിറ്റിക്ക് കൊടുക്കുന്നത്. അതായത്, തനിക്ക് പാർട്ടി നേതൃത്വത്തിനോട് വലിയ രീതിയിലുള്ള എതിർപ്പ് ഈ വിഷയത്തിലുണ്ട്. റാന്നിയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ നിലവിലെ MLA ആയ പ്രമോദ് നാരായൺ സ്വന്തം പേരിൽ അടിച്ചെടുക്കാൻ വേണ്ടി നടത്തുന്ന നാണം കെട്ട കളിയെ പൊളിച്ചെടുക്കാനാണ് രാജു എബ്രഹാമിൻ്റെ തീരുമാനം. രാജു എബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോൺഗ്രസിലാണ് എത്തുന്നതെങ്കിൽ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്ന് UDF-ന്റെ കൺവീനറായ മുൻ കോന്നി MLA കൂടിയായ അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുകയാണ്. രാജു എബ്രഹാമിന് വ്യക്തിത്വമുണ്ട് എന്നുള്ളത് തനിക്കറിയാം. അദ്ദേഹത്തിന് അപമാനം സഹിച്ച് ഇനിയും ആ പാർട്ടിയിൽ തുടരാൻ കഴിയില്ല. അദ്ദേഹം നടത്തിയ 1/4 നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തനമാണ് ആ മണ്ഡലത്തിൽ, ഇടത് സ്വഭാവം പോലും ഇല്ലാത്ത ഒരു മണ്ഡലത്തെ അദ്ദേഹം കൈവെള്ളയിൽ ഒതുക്കി നിർത്തിയത്. അതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് അതിൻ്റെ ഒരു ബേസിൽ പ്രമോദ് നാരായൺ വിജയിച്ചു കയറിയത്. വാസ്തവത്തിൽ അവിടെ ശക്തമായി രാജു എബ്രഹാം പ്രമോദ് നാരായണന് വേണ്ടി പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ ആ മണ്ഡലം നഷ്ടപ്പെട്ടു പോയേനെ. അത്തരത്തിൽ നിരവധി വിഷയങ്ങൾ അവിടെ ചർച്ചയാകുന്നുണ്ട്. റാന്നി മണ്ഡലത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൃത്യമായും അവിടെ രാജു എബ്രഹാം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുന്ന മണ്ഡലം മാത്രമാണത്. അത്തരത്തിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. നിലവിലെ പാർലമെന്റിലെ ലീഡ് നില നോക്കുമ്പോൾ തന്നെ കോൺഗ്രസിന് 17,000 വോട്ടിൻ്റെ ലീഡ് നില ഉണ്ട്. അത്തരത്തിൽ കോൺഗ്രസിന് ശക്തമായി നേടിയെടുക്കാൻ കഴിയും. തോമസ് ഐസക് പത്തനംതിട്ടയിൽ LDF സ്ഥാനാർത്ഥിയായിട്ടും അദ്ദേഹത്തിന് കാര്യമായ മുൻതൂക്കം റാന്നിയിലോ പത്തനംതിട്ട ലോക്സഭയുടെ കീഴിലെ ഒരു മണ്ഡലത്തിലോ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ തീർച്ചയായും റാന്നിയിൽ മാറ്റം ആവശ്യമാണ് എന്നുള്ളത് കൃത്യമായി സൂചിപ്പിക്കുന്നു. മാത്രമല്ല, പത്തനംതിട്ടയിലെ മുൻ ജില്ലാ സെക്രട്ടറി ആയ ഉദയഭാനു അടക്കമുള്ളവർ കൃത്യമായി പറയുന്നു, CPIM-ൽ വലിയ രീതിയിൽ ജനകീയത ഇടിഞ്ഞിരിക്കുന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ ഉള്ള പല നേതാക്കളും ഇപ്പോൾ പല ചേരിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, കോന്നിയിലെ ഇപ്പോഴത്തെ MLA ആയ ജനീഷ് കുമാറിന് നല്ലപോലെ ഭയമുണ്ട്. അടൂർ പ്രകാശാണ് മത്സരിക്കുന്നതെങ്കിൽ ജനീഷ് കുമാറിന് ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അത്രയേറെ സ്വാധീനവും അത്രയേറെ വികസനവും ഉറപ്പുവരുത്തിയിട്ടാണ് അടൂർ പ്രകാശ് ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ മത്സരിക്കാൻ പോയത്. കോന്നിയെ സംബന്ധിച്ചിടത്തോളം തിരികെ പത്തനംതിട്ട ജില്ല പിടിക്കണമെങ്കിൽ അടൂർ പ്രകാശ് ഇറങ്ങിയേ തീരൂ എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്.